ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഫുൾ ടാർഗറ്റ് നമുക്ക് അത് കിട്ടി. 2 hours കൊണ്ട് അത് കംപ്ലീറ്റ് ആയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പറ്റിയായിരുന്നു. പേഴ്സണലി ഞാനും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ആ ട്രേഡിൽ ബുക്ക് ചെയ്തായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനലൈസ്. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഗോൾഡിൽ അനലൈസ് ചെയ്തായിരുന്നു അല്ലേ. സോ ഇന്നലെ നമ്മളൊരു ബുള്ളിഷ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. ആൻഡ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ ലെവലിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ഒരു ബൈ ഏരിയയും പറഞ്ഞത്. ആ ഏരിയ ഇപ്പോൾ എക്സ്ട്രീം ആയിട്ട് തന്നെ അത് ഇൻവാലിഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബൈയിങ് ഫെയിലായി. അതിന് ശേഷം ഒരു സെൽ സെറ്റപ്പ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 1:4 ഉള്ളൊരു ട്രേഡായിരുന്നു. അത് ഓൾറെഡി നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഫുൾ ടാർഗറ്റ് നമുക്ക് അത് കിട്ടി. ഒരു 2 ടാർഗറ്റായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ആ 2 ടാർഗറ്റും ഒരു വിത്തിനൊരു 2 hours കൊണ്ട് അത് കംപ്ലീറ്റ് ആയായിരുന്നു. സോ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പറ്റിയായിരുന്നു. പേഴ്സണലി ഞാനും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ആ ട്രേഡിൽ ബുക്ക് ചെയ്തായിരുന്നു. സോ ഇനി എന്താണ് നമ്മളുടെ മാർക്കറ്റിൽ ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്ത്. അത് ലൈക്ക് ഡേ ക്യാൻഡിലാണ് കാര്യം പറഞ്ഞത്. ഞാനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ഫോമായ മാസ്റ്റർ ക്യാൻഡിലിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു 1 hourൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്ന ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട്. സോ ലാസ്റ്റ് ഡേയ്സ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ഡിമാൻഡ് ഏരിയയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നത്. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ഒരു 44476 എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്ലൈ ലെവലുണ്ട്. സോ ആ ലെവലിൽ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഷോർട്ട് ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റ് ബയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പകരം സെല്ലേഴ്സിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. ആൻഡ് ഓവറോൾ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയ 4368 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വന്നത് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു മാർക്കറ്റ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേയ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് പ്രൈസ് താഴത്തേക്ക് ഡ്രോപ്പ് ആയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഒരു 1 hourൻ്റെ ഏരിയയിൽ പ്രൈസ് വന്ന് ഒരു ബുൾ മൂവ്മെൻറ്റ് കാണിച്ചെങ്കിലും അത് കംപ്ലീറ്റ്ലി ഒരു 1 hourൻ്റെ ഏരിയയിൽ നിന്ന് അത് തിരിച്ച് അതൊരു ബെയറിഷ് മൂവ്മെൻറ്റിലേക്ക് കംപ്ലീറ്റ് മാറുന്നതായിട്ടൊക്കെ കാണാനായിട്ട് പറ്റി. സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ബെയറിഷ് ടെൻഡൻസിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽ സൈഡിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ചാൻസും കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക. ബൈ സൈഡിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈയിലോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോ TP ബുക്ക് ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്യുന്നതാണ് ഈ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ്. സോ നമുക്ക് യൂറോ USDയും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 hourൻ്റെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു 4 hourൻ്റെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരികയും അവിടെ നിന്നൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ബൈ റിയാക്ഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് പിന്നെയും താഴത്തേക്ക് പുൾ ബാക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോ USDയിലും ഒരു സെൽ ടെൻഡൻസി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു നെക്സ്റ്റ് ഒരു സെൽ ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന 1 hourൻ്റെ ഒരു സപ്ലൈ ലെവലിൽ നിന്നാണ് നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് സെൽ ഏരിയ വരുന്നത്. സോ ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ല രീതിയിലൊരു 1:5 1:6 RRലൊക്കെ ട്രേഡ് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് 1 day ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലെവലിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു വിത്തിൻ വീക്സിനകത്ത് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 100 pip മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ നിന്ന് എടുക്കുക ആൻഡ് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ടാർഗറ്റ് വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ടാർഗറ്റ് TP1 ഹിറ്റായാൽ ഒരു ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് പോവാതെ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലത്തെ ഉള്ള ആളുകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ TPs ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ എപ്പോഴും മൾട്ടിപ്പിൾ TPs ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓവറോൾ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USDയിൽ സ്റ്റിൽ ബെയറിഷ് സൈഡ് തന്നെയാണ്. ബെയറിഷിലേക്ക് കിട്ടുന്ന ഓരോ ചാൻസും ഗ്രാബ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിലെ പോലെ തന്നെ ബൈ എടുക്കുമ്പോൾ മിനിമം TP ബുക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ടുഡേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് അറിയാവുന്ന സുഹൃത്തിന് ഈ വീഡിയോ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. ആൻഡ് മറ്റൊരു പ്രീ ആൻഡ് പോസ്റ്റ് അനലൈസ് ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.